പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. മധ്യ തിരുവിതാംകൂറിൻ്റെ ഭാഗമായ രണ്ട് പ്രബല ജില്ലകളിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരള കോൺഗ്രസ് രാഷ്ട്രീയം 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട കേരള കോൺഗ്രസ്സുകളെന്ന് നമുക്ക് കരുതാവുന്ന മാണി വിഭാഗം കേരള കോൺഗ്രസ്സിന് 5 സീറ്റുകളിലാണ് വിജയിക്കാൻ സാധിച്ചത്. UDFിനൊപ്പം നിന്ന PJ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ്സിന് കടുത്തുരുത്തിയിലും തൊടുപുഴയിലും മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. പിന്നീട് പ്രബലമായ കേരള കോൺഗ്രസ്സുകളെന്ന് നമ്മൾ പറയുന്ന കേരള കോൺഗ്രസ് ബി, കൊല്ലം ജില്ലയിൽ നിന്ന് ഗണേഷ് കുമാർ, UDFിൻ്റെ ഭാഗമായ TM ജേക്കബിൻ്റെ കേരള കോൺഗ്രസ്, TM ജേക്കബ് ഫ്രാക്ഷൻ കേരള കോൺഗ്രസ്, അതിൻ്റെ TM ജേക്കബിൻ്റെ മകൻ അനൂപ് ജേക്കബ് വിജയിച്ചു വന്നു. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പ്രതിനിധികളായി കഴിഞ്ഞ നിയമസഭയിൽ വന്നത് അങ്ങനെ നോക്കുമ്പോൾ 9 പേരാണ്. എന്നാൽ 2016 തെരഞ്ഞെടുപ്പ് ഫലവുമായിട്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ താരതമ്യപ്പെടുത്തുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാണ്. ഇടുക്കി ജില്ലയിലെ ഇടുക്കിയും പത്തനംതിട്ട ജില്ലയിലെ റാന്നിയും പിന്നെ കോട്ടയം ജില്ലയിലെ 3 അസംബ്ലി സെഗ്മെൻറ്റ്സുമാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം വിജയിച്ചത്. ഇതിൽ ഞാനിതേക്കുറിച്ച് പല കാരണങ്ങൾ കൊണ്ടും പരിശോധിക്കുമ്പോൾ ഇപ്പോഴത്തെ മന്ത്രി റോസി അഗസ്റ്റിൻ 2016 ഇടുക്കിയിൽ നിന്ന് വിജയിക്കുന്നത് UDF കാൻഡിഡേറ്റ് ആയിട്ടാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം, PJ ജോസഫ് വിഭാഗം എല്ലാം കൂടി ഒരുമിച്ചുള്ള കേരള കോൺഗ്രസിൽ നിന്നാണ് റോസി അഗസ്റ്റിൻ 2016 വിജയിക്കുന്നത്. പക്ഷെ അന്ന് 27,000-ലധികം വോട്ടുകൾ BDJSന് ലഭിച്ചിരുന്നു. 2021 അത് വോട്ട് BDJS ലഭിച്ച വോട്ട് വളരെ കുറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കേരള കോൺഗ്രസ്സുകൾക്കകത്ത് എന്താണ് ഇന്നേ വരെ സംഭവിച്ചിട്ടുള്ളത്, ഇനി സംഭവിക്കാനിരിക്കുന്നത് എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നത്. അതോടെ പ്രസക്തമാണ്. അതായത് ഞാൻ കരുതുന്നത് PJ ജോസഫ് വിഭാഗം കേരള കോൺഗ്രസും ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസും ഒരുമിച്ച് UDFിനകത്തായിരുന്നുവെങ്കിൽ 2021 UDFിന് അധികാരത്തിൽ വരാനൊന്നും കഴിയില്ല. പക്ഷേ ഈ കോട്ടയം ഇടുക്കി മേഖലയിൽ നിന്ന് ചുരുങ്ങിയതൊരു 4 സീറ്റെങ്കിലും വിജയിക്കാൻ കഴിയും. അപ്പോൾ ഏറ്റുമാനൂർ അസംബ്ലി സെഗ്മെൻറ്റിൽ നിന്ന് ഒരു ജനകീയ മുഖമുള്ള സുരേഷ് കുറുപ്പാണ് CPM പ്രതിനിധിയായി വിജയിച്ചു വന്നിരുന്നത്. അപ്പോൾ നിലവിലെ അവിടുത്തെ MLA മന്ത്രി കൂടിയായ നമ്മുടെ വാസവനാണ്. അപ്പോൾ വാസവനെ പോലെയുള്ള ഒരാൾക്ക് ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വരാൻ ഈ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം LDFിൽ എത്തി എന്നുള്ളതൊരു കാരണമാണ്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് റോസി അഗസ്റ്റിൻ ഇടുക്കി ജില്ലയിൽ നിന്ന് വിജയിച്ചേക്കാം എന്നത് കഴിച്ചാൽ, കഴിഞ്ഞ തവണ ഒരു 12 സീറ്റിൽ മത്സരിച്ചിട്ടുണ്ട്, എന്നിട്ടാണ് 5 സീറ്റിൽ വിജയിക്കുന്നത്. LDF അവർക്ക് 12 സീറ്റ് മത്സരിക്കാൻ നൽകുന്നു. ഇത്തവണ ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസ് മത്സരിച്ചാൽ അവർക്ക് 1 സീറ്റെങ്ങാനും കിട്ടിയാലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തുള്ള അണികൾക്കിടയിലൊന്നും യാതൊരു തരത്തിലുള്ള മ്യൂച്വൽ ട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും, റോസി അഗസ്റ്റിനും ജോസ് കെ മാണിയും ശൈലജ ടീച്ചറും പങ്കെടുക്കുന്ന മധ്യമേഖല LDFിൻ്റെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള ജാഥയുടെ ഭാഗമായിട്ട് അവർ ഒരു വാർത്താ സമ്മേളനം നടത്തുകയാണ്. ഈ വാർത്താ സമ്മേളനത്തിനിടയിൽ പത്രപ്രതിനിധികൾ പാലായിൽ
ജോസ് കെ മാണി തന്നെ മത്സരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അത് പാർട്ടി തീരുമാനിക്കും എന്ന് പറയുകയാണ് ജോസ് കെ മാണി ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ മൈക്ക് വാങ്ങിക്കൊണ്ട് റോഷി അഗസ്റ്റിൻ പറയാണ് പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കും. അപ്പം അങ്ങനെ പറയേണ്ടത് ആരാണ്? ഔദ്യോഗികമായി പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയാണ്. അപ്പോൾ ഒരു തീരുമാനം എന്നുള്ള നിലയ്ക്ക് CPM-ൻ്റെ പ്രതിനിധി, LDF-ൻ്റെ കരുത്തുറ്റ നേതാവ് ശൈലജ ടീച്ചർ കൂടി ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുണ്ടെങ്കിൽ അത് പറയേണ്ടത് ജോസ് കെ മാണി തന്നെയാണല്ലോ. അല്ലെങ്കിൽ പാർട്ടി തീരുമാനിക്കും എന്ന് പറയുമ്പോൾ പാർട്ടി തീരുമാനിക്കുമെന്നുള്ള ആ ചെയർമാൻ്റെ അഭിപ്രായത്തെ അംഗീകരിച്ചുകൊണ്ട് ആ വിഷയത്തോട് അപ്പോൾ റോഷി അഗസ്റ്റിൻ ഇടപെട്ടുകൊണ്ട് മൈക്ക് പിടിച്ചു വാങ്ങിക്കൊണ്ട് സംസാരിക്കേണ്ട കാര്യമില്ല. മാത്രവുമല്ല, മൈക്ക് പിടിച്ചു വാങ്ങിയ ഘട്ടത്തിൽ ആ മൈക്ക് തിരിച്ചു വാങ്ങാൻ വേണ്ടി ജോസ് കെ മാണി ശ്രമിക്കുന്നതും നമ്മൾ കാണും. അപ്പോൾ നമ്മളെ മലയാളി പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ മാമച്ചൻ്റെ കഥയുണ്ടല്ലോ, വെള്ളിമുങ്ങ എന്ന് പറയുന്ന മലയാള സിനിമയിൽ ഗോപി മാമച്ചനെ ഒതുക്കുന്നതിന് വേണ്ടി കേന്ദ്രമന്ത്രിയൊന്നും ആകാൻ നിൽക്കേണ്ട എന്ന് കരുതി മാമച്ചനെ കേരളത്തിലേക്ക് ഒതുക്കുന്നു. പക്ഷേ പിന്നീട് മാമച്ചൻ്റെ വേറെ കുറേ കളികളുണ്ടായിരുന്നു, നമ്മൾ പിന്നീട് അറിയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു പ്രാദേശിക നേതാവ്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടർ അവതരിപ്പിച്ച ആളുടെ പേര് ടിനു ജോസ് എന്നോ ആണ്. അപ്പോൾ ടിനു ജോസ് അവതരിപ്പിക്കുന്ന കഥാപാത്രവും മാമച്ചനും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഈ പാരവെക്കുന്ന ആൾക്കാരാണ്. ഈ പേരാവൂർ സീറ്റിൽ മത്സരിക്കുന്നതായിട്ടാണ്, ഇരിക്കൂറിലോ പേരാവൂരിലോ മത്സരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആയിട്ടാണ് അതിൽ ആ സിനിമയിൽ അത് അവതരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ മാമച്ചനും അതുപോലെ തന്നെ രാഷ്ട്രീയമായി ആ പാർട്ടിക്കകത്ത് അയാളോടൊപ്പം തന്നെയുള്ള ഗോപിയെപ്പോലെ ഈ ടിനു ജോസ് അവതരിപ്പിച്ച കഥാപാത്രത്തെ പോലെയുള്ള ആളുകൾക്കിടയിലുള്ളതുപോലെയുള്ള ഒരു ബന്ധമാണ് റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിക്കും ഇടയിലുള്ളത് എന്നുള്ളതാണ് ഇത് നമ്മൾ മനസ്സിലാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, PJ ജോസഫ് വിഭാഗം അവർക്ക് അവിടെ UDF-ൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സംരക്ഷിക്കാമെന്നൊക്കെ ജോസ് കെ മാണി പറഞ്ഞിരുന്നു. അതുകൊണ്ട് പ്രയോജനം ഉണ്ടായത് PJ ജോസഫിനാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം കേൾക്കുന്നത് 10 സീറ്റുകളിൽ മത്സരിച്ച് അവർക്ക് 8 സീറ്റുകൾ മത്സരിക്കാൻ നൽകുന്നതാണ്. നേരത്തെ കോൺഗ്രസ് 6 സീറ്റുകൾ മത്സരിക്കാൻ നൽകാൻ തയ്യാറായിരുന്നു. അപ്പോൾ PJ ജോസഫ് ഫ്രാക്ഷന് മുന്നിൽ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് വന്നപ്പോൾ അവർക്ക് ഒരു ബാർഗെയിനിങ് പവർ ഉണ്ടായി. അതുകൊണ്ട് അവർക്ക് 2 സീറ്റ് കൂടി മത്സരിക്കാൻ അവസരം ലഭിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം ഒരു പരിണിത ഫലം. അപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ അടുത്ത് സൂചിപ്പിക്കുന്നു. പീരുമേട് പോലെയുള്ള ഒരു അസംബ്ലി സെഗ്മെൻറ്റിൽ വളരെ ചെറിയ മാർജിനിലാണ് CPI-യുടെ വനിതാ നേതാവ് അവിടെ നിന്ന് വിജയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ അവിടുത്തെ MLA, നിലവിലുള്ള MLA മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പീരുമേട് അസംബ്ലി സെഗ്മെൻറ്റ് പോലെയുള്ള അസംബ്ലി സെഗ്മെൻറ്റ് ഇടുക്കി ജില്ലയിലും അതുപോലെ തന്നെ കോട്ടയത്ത് ഏറ്റുമാനൂരിലൊക്കെ വിജയിക്കുന്നതിന് ഈ കേരള കോൺഗ്രസ്സുകൾ LDF-നൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് അവരെ സഹായിച്ചൊരു ഘടകമായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ പൊതുവിൽ ഇടതുപക്ഷത്തിനെതിരെയും ജോസ് കെ മാണിക്കെതിരെയും വലിയ പ്രതിഷേധമുണ്ട്. നമ്മുടെ JB കോശി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സർക്കാരിനോട് ചില പ്രതിഷേധം വിവിധ ക്രൈസ്തവ സഭകൾക്കിടയിലുമുണ്ട്. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു തിരിച്ചടി കോട്ടയം ഇടുക്കി മേഖലയിൽ ഉണ്ടാകും. ജോസ് കെ മാണി വിഭാഗം LDF-ൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്ക് LDF-ന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. CE വർഗീസിൻ്റെ പ്രസ്ഥാനം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ജോസ് കെ മാണി മറുപക്ഷത്തേക്ക് പോകാൻ ശ്രമിച്ചു എന്നും റോഷി അഗസ്റ്റിൻ അതിനെ തടഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത് എന്നുള്ളത് ജോസ് കെ മാണിക്കും വ്യക്തമായി അറിയാം. നമുക്ക് ബാക്കി കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.